നീതിയും ന്യായവും നടപ്പിലാക്കുക എന്നതാണ് പോലീസിൻ്റെ നടപടി. അതുപോലെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉറപ്പുവരുത്തുക എന്നതാണ് അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. അല്ലാതെ സുധാകരൻ്റെയോ സതീശൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെയോ ആക്രോശത്തിനനുസരിച്ച് തുള്ളുന്ന പാവകളായി പ്രവർത്തിക്കുകയല്ല, കള്ളവോട്ടിന് കൂട്ടുനിൽക്കുകയല്ല. അങ്ങനെ നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിന് നിയമവിധേയമായ നിലയിൽ, നിയമാനുസൃതമായ നിലയിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ചുമതല നിറവേറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ മൂക്ക് ചെത്തും എന്നാണിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കൊലവിളി, ആ കൊലവിളിയൊന്നും കോഴിക്കോട്ട് നടക്കില്ല. ന്യായമായി നീതിപൂർവമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെയും തൊടാൻ സമ്മതിക്കില്ല. ജനങ്ങളെ അണിനിരത്തി ഇതിനെ ചെറുക്കും. ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട എല്ലാവരെയും സംരക്ഷിക്കും. ഈ കോഴിക്കോട് പ്രബുദ്ധമായ നഗരമാണ്. ഞാൻ ആവർത്തിക്കുന്നു, കോഴിക്കോട് ജനതയുടെ പൗരബോധത്തിന് നേരെ കൊഞ്ഞനം കുത്തരുത് ആരും. അത് സുധാകരനായാലും തിരക്കടില്ല, VD സതീശനായാലും തിരക്കടില്ല. ആരും കൊഞ്ഞനം കുത്താൻ വരരുത്. ഞങ്ങളെന്താ ഇപ്പോൾ CPM ഇവിടെ ഏതെങ്കിലും ഇപ്പം ബാങ്കിന് പിടിക്കാൻ പോയിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഭാഗത്ത് തന്നെ 2 പാനൽ മത്സരിച്ച വ്യത്യസ്തമായ കോൺഗ്രസിനകത്ത് തർക്കം വന്ന് പരസ്പരം മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇവിടെയില്ലേ? പട്ടർപാലത്ത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലേ? വലിയൊരു സ്ഥാപനമല്ലേ? പരസ്പരം മത്സരിച്ചതല്ലേ? ഞങ്ങളിവിടെ ഇടപെട്ടിട്ടുണ്ടോ? കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ എന്താ നടന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കല്ലേ? അവിടെ ഉണ്ടായത് മാധ്യമങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നന്മണ്ട കോപ്പറേറ്റീവ് ബാങ്ക്, നന്മണ്ട, എല്ലാം തൊട്ടടുത്തല്ലേ? ഞങ്ങളെവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ സതീശൻ ആർക്ക് വേണ്ടിയാണ് രംഗത്ത് വന്നത്? ഈ മാർച്ച് തന്നെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മാലപ്പടക്കം പോലെ പൊട്ടിക്കുമെന്ന് പറയാൻ, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ അതിനുവേണ്ടി സംഘടിപ്പിച്ചൊരു മാർച്ചായിട്ടാണ് തോന്നുന്നത്. സതീശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത്. അതാർക്ക് വേണ്ടിയാണ്? സംഘപരിവാറിന് വേണ്ടിയാണ്. രാജ്യത്തെ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത്. ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഏജൻസി പണി ഏറ്റെടുത്ത, കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത ആളായിട്ട് VD സതീശൻ മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബോധ്യമായിട്ടുണ്ടാകും, നാട്ടുകാർക്കും ഇവിടെ ബോധ്യമായി. അദ്ദേഹം നേരത്തെ തന്നെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് നിലവാര തകർച്ചക്ക് ഇനിയൊരറ്റമില്ല, ഇനി താഴാനില്ല അദ്ദേഹത്തിൻ്റെ നിലവാരം. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലൂടെയും കൊലവിളി പ്രസംഗത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെയും മാലപ്പടക്കം പോലെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ പൊട്ടിക്കും, തകർക്കും എന്ന് RSS സംഘപരിവാറിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയതിലൂടെ കേരള രാഷ്ട്രീയത്തിലെ അപഹാസ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം സ്വയം മാറുകയാണ്. ഇതാണ് വസ്തുത.